വേണ്ടുന്ന പോയില്ലേ. ചന്ദ്രികയിൽ വളരെ വ്യക്തമായിട്ട് ഇവിടെ ഭർത്താവ് ബഹ്റൈനിലാണ്. മൂന്നാറിന് സമൂസ ചുടുക, പെണ്ണുങ്ങൾക്ക് പൈസയൊക്കെ. ഇവിടെ ഒരു പുരാന്റെ കൂടെ പോയി. സാലിഹത്തായ പെണ്ണാരാ മാപ്പിള ഇവിടെ ഇല്ലെങ്കിൽ ഓളെ ശരീരം നന്നായി ഓളെ കൺട്രോൾ ചെയ്യാൻ സൂക്ഷിക്കുന്ന, അങ്ങനെ സൂക്ഷിക്കുന്ന സ്ത്രീകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗൾഫിന്റെ നിഅമത്ത് കൊണ്ട് ഒരു വശത്തിൽ നല്ല സുഖങ്ങളും റാഹത്തുകളൊക്കെ പല കക്ഷികൾക്കും ഉണ്ടെങ്കിൽ മറ്റൊരു വിഷയത്തിൽ കൂടി ചിന്തിക്കുമ്പോൾ വളരെ പ്രയാസം തന്നെയാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരട്ടെ. സാലിഹത്തായ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു തരപ്പെടുത്തി തരട്ടെ. നാലാമത്തെ സന്തോഷം എന്താണ്? വായക്കൂന റിസ്ഖുഹു ഫീ ബലദിഹി. വായക്കൂന റിസ്ഖുഹു ഫീ ബലദിഹി. ചെറുമക്കാർക്ക് ഇഷ്ടപ്പെടും. അല്ല, ഇവിടെ ഗൾഫുകാർ കുറച്ച് കുറവാ. എന്താ അറിവില് നാട്ടിൽ നിന്നെല്ലാം കൈ നിറക്കുണ്ടല്ലേ ഇവിടെ അല്ലേ? നാട്ടിൽ നിന്നെല്ലാം കൈ നിറക്കും. നാലാമത്തെ സന്തോഷം വായക്കൂന റിസ്ഖുഹു ഫീ ബലദി. ഓന്റെ മഈശത്തിന്റെ കാര്യം നാടുകൊണ്ട് തന്നെ ഒക്കുക. അതൊരു മനുഷ്യനുള്ള 4 ഭാഗത്തിൽ ഒന്നാന്ന. എത്ര പൈസ ഇവിടുന്ന് ഓനിക്ക് അടങ്ങുന്നുണ്ടെങ്കിലും ഒരു ഗൾഫറെ എന്നൊരു പേര് വന്നില്ലെങ്കിൽ ഓനിക്കൊരു ജോലി ജേടിയാ പോയാല് സിഗരറ്റ് പാടിയിട്ടല്ല, ഇവൻ ബംഗളൂർ പോലെ അത് പറയാനുള്ള മടി, അത് പറയാനുള്ള മടി. അതുപോലെ നല്ല ഊക്കുണ്ടാവും. ഇവർക്ക് ബംഗളൂർ നല്ല കച്ചവടമുണ്ടെ തന്നെ ഞാൻ കോയമ്പത്തൂർ പോരാ ബംഗളൂർ പണിയാൻ അവർക്ക് തോന്നൂല. ഗൾഫ് നാട്ടിൽ തന്നെ എത്തണം. എന്നാ ഒരു മുസ്ലിമായ മനസ്സിന് ഇവിടെ കിട്ടുന്ന ഒരു സന്തോഷം വായക്കൂന റിസ്ഖുഹു ഫീ ബലദിഹി. ഓന്റെ മഈശത്തിന്റെ കാര്യം നാടുകൊണ്ട് എന്നെ ഒക്കുക. അതൊരു ഭാഗ്യമല്ല. നിങ്ങൾക്ക് തോന്നും ഭാഗ്യമല്ല, പക്ഷെ അതിന്റെ വ്യക്തമായ നിലക്ക് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു ഭാഗ്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചെറുമൊരു ചങ്ങായി 2 കുട്ടികൾ, രണ്ടാൾ ഒന്നായിട്ട് സ്കൂളിൽ പഠിച്ച് SS ഒക്കെ പാസ്സായി, +2 പഠിച്ച് അതും പാസ്സായി, ഡിഗ്രിയായി. അങ്ങനെ ഒരുത്തൻ ഗൾഫിൽ പോയി. ഓനിക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് അവിടെ ബാങ്കിൽ ജോലി കിട്ടി, നല്ലൊരു ഉയർന്ന ജോലി. അവിടുത്തെ 5000 റിയാൽ ഫസ്റ്റിൽ തന്നെ ശമ്പള. ഇവിടുത്തെ 50,000 ഉണ്ടാവും. മറ്റോന് ഈ ചെറിയ മേനൊരു പീടിയല് ഒരു മുറുക്കുവാൻ കച്ചവടാ. മുറുക്കുവാനുണ്ടാവും, സിഗരറ്റ് ഉണ്ടാവും, ബീഡി ഉണ്ടാവും, മുട്ടയ്യൽ അതും ഉണ്ടാവും. അതുകൊണ്ട് ഓന്റെ ചെലവെല്ലാം ഒക്കുന്നില്ല. തൽക്കാലം ഒരു 10,000 എടുക്കുക ഓരോ ഉണ്ടാവും. എന്ന് 5000 റിയാല് ശമ്പളം കിട്ടുന്ന ബാങ്കിലെ ജോലിക്കാരന് ഒരു കൊല്ലത്തിൽ 15 ദിവസത്തെ ലീവാ. അല്ലാണ്ട് ലീവ് കൊടുക്കൂല. അങ്ങനെ വന്ന് കൊണ്ടുവരാൻ പറ്റാ സാധനങ്ങളാണ് ബോംബെ നിന്ന് പിടിച്ചു. പാസ്പോർട്ട് വരെ പിടിക്കപ്പെട്ടു. അവിടെ ഒരാഴ്ച നിന്ന് പൈസയൊക്കെ ചെലവാക്കി പാസ്പോർട്ടൊക്കെ കരസ മോർണിംഗ് പോന്ന്. അപ്പണ കെനേയസ് കഴിഞ്ഞ കെനേയസ്. അങ്ങനെ ഗൾഫിൽ നിന്ന് ഭയങ്കര സമ്പന്നനായിട്ട് വന്നതല്ലേ, എല്ലാവരും പോവില്ലാടാ. ഭർത്തകാവും കട്ടൻ ചായ എല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്യും. പഹന്മാരുടെ പലരികളൊന്നും പോയിക്കൂടെ, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയി. ഓൻ അകത്ത് പോയിട്ട് 1 പേക്ക് സിഗരറ്റ് തീർന്ന് ഓളിങ്ങെത്തുന്നില്ല. അവസാനം 1:45 വന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, അതെനിക്ക് വരുന്നില്ലേ, ഒക്കെ നിക്കരിച്ചോ. ഈ പൈസ എല്ലാം ചെലവാക്കി റിട്ടേൺ ടിക്കറ്റ് എടുത്ത് വന്നതാ. പിറ്റേന്നും ചോദിക്കല്ല, കദീസ ആയിക്കില്ലേ, ഇങ്ങോട്ട് വരുന്നുണ്ട് ലേശം മുമ്പാ. എത്ര മഹിയായിരിക്കും ഉണ്ടായത്? 7 ദിവസം. 7ാമത്തെ ദിവസം ഓട് കുളിക്കുകയെല്ലാം ചെയ്ത് വയ്യ, ഒന്ന് ഉറങ്ങുവാനെല്ലാം കിടന്ന് അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ മമ്മൂക്ക പോന്ന. ഇതൊരു കൊല്ലം കഴിഞ്ഞു. മുറുക്കോ കച്ചവടക്കാരൻ അവിടെ ഉള്ളേ എല്ലാം രാത്രി പീടി അടച്ച് പള്ളി നെശാവ് നിക്കരിച്ച് അങ്ങ് പുരേ പോയി ചോളം വെച്ച്, കദീശ നമ്മളടുത്തേക്ക് കിടക്കുക, ബയലം കടിച്ചേക്ക്, ഇതങ്ങ് എടുത്തേക്ക്. എല്ലാ ദിവസവും അതിനൊക്കോ ഉസ്മാനാക്കി, അതിനൊക്കുവോ?
അതാണ് ഓന്റെ മഈശത്തിന്റെ കാര്യം ഒരു കടവും പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നാടുകൊണ്ട് തന്നെ പരിഹരിക്കപ്പെടും. നാലാമത്തെ സന്തോഷ. ഈ നാലിൽപ്പെട്ട ഒരു സന്തോഷം വാന്തക്കൂന സൗജത്തോ സാലിഹത്തൻ, അവന്റെ ഭാര്യ സാലിഹത്താവലാണല്ലോ. ആ നിലക്ക് ഹസൻ ബസരി പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. ഹസൻ ബസരി എന്ന റാവിയത്തുൽ അദവിയാനോട് കല്യാണത്തിന്റെ ആലോചന പ്രകടിപ്പിച്ച